തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിച്ച വനിതാ പ്രതിനിധി. സെക്രട്ടറിയുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണം. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോ എന്നും പ്രതിനിധി ചോദിച്ചു. ഇതിനു പുറമെ സ്പീക്കർക്കും മന്ത്രിമാർക്കും സമ്മേളനത്തിൽ വിമർശനമുണ്ട്. വനിതകളെ പാർട്ടിയിൽ തഴയുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ല. പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗം ഒരു വഴിക്കും കാര്യങ്ങൾ പോകുന്നത് മറുവഴിക്കുമാണ്. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോയെന്നും വനിതാ പ്രതിനിധി ചോദിച്ചു. വെഞ്ഞാറമൂട്ടിൽ നിന്നുള്ള പ്രതിനിധിയാണ് സ്പീക്കർക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. സർക്കാരിൽ തോന്നുംപടി കാര്യങ്ങൾ നടക്കുന്നതിന്റെ തെളിവായാണ് മന്ത്രി അറിയാതെ സ്പീക്കർ തദ്ദേശഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതെന്നാണ് ചർച്ചയിൽ ഉയർന്ന വിമർശനം. വകുപ്പിൽ നടക്കുന്നതെന്നും മന്ത്രിമാർ അറിയുന്നില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ വിമർശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ്. മന്ത്രിക്ക് മുകളിലായാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം താഴേക്കാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി MB രാജേഷും വിമർശിക്കപ്പെട്ടു. സർക്കാർ പരിപാടിക്ക് ആളെ കൂട്ടുന്നവരായി മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങളെ കണക്കാക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പലതും അശാസ്ത്രീയമാണെന്നും വിമർശനമുണ്ട്. ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടച്ചവർക്കുള്ള പെൻഷൻ 18 മാസമായി കുടിശ്ശികയാണ്. ഈ സ്ഥിതി തുടർന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിനെതിരെയും വിമർശനമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.